പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ. കോളേജിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. UGCക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. UGCക്ക് ലഭിച്ച പരാതിയിലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട് വെറ്ററിനറി കോളേജിൽ അന്വേഷണം നടത്തിയത്. മൊഴി നൽകുമ്പോൾ കോളേജ് അധികൃതർ ഒപ്പം നിന്നതിനാൽ സത്യസന്ധമായി മൊഴി നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്നും ഓൺലൈൻ ഹിയറിംഗിൽ വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ 4 ഇടങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകി. 2019-ലും 2021-ലും സമാന റാഗിംഗ് സംഭവങ്ങൾ കോളേജിൽ നടന്നു. 2 ആഴ്ച ക്ലാസ്സിൽ കാണാതിരുന്ന വിദ്യാർത്ഥിക്ക് എന്തു പറ്റിയെന്ന് ഇനിയും വ്യക്തമല്ലെന്നും കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. കോളേജിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് ശുപാർശ ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്യാമ്പസിലുണ്ടായ ദുരൂഹ സംഭവങ്ങൾ അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അന്വേഷണ സംഘത്തോടുൾപ്പെടെ വിദ്യാർത്ഥികൾ തുറന്നു പറയാൻ മടിച്ച വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. സിദ്ധാർത്ഥിന് നേരിട്ട ദുരനുഭവം കോളേജിൽ ആദ്യത്തെ സംഭവമല്ലെന്നും റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നു. CBI അന്വേഷണമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് ഇനി കുടുംബത്തിന്റെ പ്രതീക്ഷ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.